ഇതെന്താണെന്ന് മനസ്സിലായോ? ഇംഗ്ലണ്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തൊരു ഭാഷയാണ്. വെൽക്കം ടു വെയിൽസ്. ഈ എപ്പിസോഡിൽ വി ആർ ട്രാവലിംഗ് ടു നോർത്തേൺ പാർട്ട് ഓഫ് വെയിൽസ് ആൻഡ് സ്പെസിഫിക്കലി നമ്മൾ തുടങ്ങുന്നത് ഇസ് ഫ്രം എ പ്ലേസ് കോൾഡ് ല്ലാഡിഡ്നോ ബേ. പക്ഷെ അതിനു മുന്നേ നമുക്കൊരു സ്ഥലത്ത് പോകണം ഇൻ സെർച്ച് ഓഫ് എ വെരി സ്പെസിഫിക് അനിമൽ. The great Om goats. And it's not surprising if they look familiar. ബിക്കോസ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കാശ്മീരി ആട്ടിൻകുട്ടികളുടെ ഡിസെൻഡൻസ് ആണിവ. ഞങ്ങൾ ഗ്രേറ്റ് ഓം ഗോട്ടുകളെ സ്പോട്ട് ചെയ്യാനായിട്ട് നടക്കുകയാണ്. വൈൽഡ് അനിമൽസ് ആണ്. ദൂരെ അവിടെ ഒരു ഗോട്ടിനെങ്കിലും കാണണമെന്ന് വിചാരിച്ച് വന്ന ഞങ്ങൾക്ക് ഒരു സീ ഓഫ് ഓർമ്മ ഗോട്ട്. ഏതാണ്ട് 200 കൊല്ലം മുന്നേ ഇവിടെ എത്തിപ്പെട്ട ഈ കാശ്മീരി ആട്ടിൻകുട്ടികൾ ഇന്ന് ഈ നാടിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ്. ആയിട്ടൊരു പ്ലേസ് ആകുമെന്ന് ഇമാജിൻ ചെയ്തില്ല. ബിക്കോസ് വരുന്ന സ്ഥലത്ത് ഫുൾ ആൾക്കാരും കാർസൊക്കെയാണ്. പക്ഷെ എല്ലാവരും അവിടെ ഒരു കേബിൾ കാർ സംഭവമുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. ആരും ഇങ്ങോട്ട് വരുന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് റിയലി നൈസ്. ഐ ഡോണ്ട് നോ ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാത്തത്, വിച്ച് ഈസ് നൈസ് ഇൻ എ വേ. ഈ ഒരു ഫുൾ ഏരിയയിൽ ഫുൾ ഈ ഗോഡ്സും നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ സമാധാനത്തിൽ നടക്കാം. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ല്ലാഡിഡ്നോ ബേ, which is where we go next. വെക്കേഷൻ ഹോംസും റിട്ടയർമെൻറ്റ് ഹോംസും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ല്ലാഡിഡ്നോ is just like any other vacation spot. പക്ഷേ ഇതിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ടുള്ള കണക്ഷൻ makes this place a bit special. സോ നമ്മളിപ്പോൾ ല്ലാഡിഡ്നോ അല്ല, ല്ലാഡിഡ്നോ പിയറിലാണ് നിൽക്കുന്നത്. എന്താണ് ഇത് ഇത്ര ഫേമസ് എന്ന് വെച്ചാൽ, ഫേമസ് ആയത് ഇത് വൺ ഓഫ് ദ ലോങ്സ്റ്റ് പിയർ ഇൻ വെയിൽസ്. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ ഒരു മാജിക്കൽ ലിങ്ക്. എന്താണെന്ന് വെച്ചാൽ ലൂയിസ് കരോളിൻ്റെ ആലിസ് ഇൻ വണ്ടർലാൻഡിൻ്റെ ആ റിയൽ ആലിസിൻ്റെ സ്റ്റോറി ല്ലാഡിഡ്നോ പിയറിന് ഇൻസ്പയർ ആയി വന്നതാണ്. സോ ബേസിക്കലി ആ പുള്ളിക്കാരുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് ഒക്കെ ഇവിടെ വന്നാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. സോ ആ ഒരു ഇൻസ്പിറേഷൻ ബേസിസിലാണ് പുള്ളി ആ ഫേമസ് കഥ എഴുതിയത്. ഇപ്പോഴും നമ്മൾ ല്ലാഡിഡ്നോയിലേക്ക് നടന്നാൽ ആലിസ് ഇൻ വണ്ടർലാൻഡ് ബുക്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റാച്യൂസ് ഇവിടെ അവിടെ ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഗോൾഡൻ അവർ സൺറൈസ് കാണാനായിട്ട് രാവിലെ 4:30 എണീറ്റ് ഗ്ലാഡ്ബെൻ ഐലൻഡിലേക്ക് വന്നതാണ്. 6:15 സൺറൈസ്. പക്ഷേ സമയം ഇപ്പോൾ 6:14. ഞങ്ങൾ ആ പാർക്കിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതൊരു നാച്ചുറൽ റിസർവ് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇന്നലെ രാത്രി എവിടെയോ ഒരു തീ പിടിച്ചു. റിസർവ് ഫോറസ്റ്റിൻ്റെ മെയിൻ്റനൻസ് ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു ആ ഫയറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഇത് തുറക്കാൻ പറ്റില്ല, ഏതാണ്ട് 1/2 മണിക്കൂർ എടുക്കുമെന്ന്. ഗോൾഡൻ അവർ പോയി കിട്ടി. ഇനി തിരിച്ചു പോകുന്നൊന്നും നടക്കില്ല. കാരണം ഏതാണ്ട്
1 മണിക്കൂറോളം ഇവിടെ നിന്ന് ഡ്രൈവ് ഉണ്ട്. നോക്കാം. നമ്മുടെ ഗോൾഡൻ ലൈറ്റ് അവർ എല്ലാം ചെക്ക് ചെയ്ത് വന്നു എന്നാണ് തോന്നുന്നത്. ഒരു സർവീസ് വണ്ടിയൊക്കെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഐ തിങ്ക് ദേ ആർ ഓപ്പണിംഗ് ദ ഗേറ്റ്. യെസ്, ദേ ആർ ഓപ്പണിംഗ് ദ ഗേറ്റ്. ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലോ ടൈഡ് സമയത്ത് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ ടൈഡ് സമയത്ത് ഈ ഐലൻഡ് കട്ട് ഓഫ് ആകുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഒരു നല്ല രസമുള്ളൊരു കുട്ടി ഐലൻഡാണ്. ഭയങ്കര പിക്ചറസ്ക് ഐലൻഡാണ്. ഐലൻഡ് ഓഫ് ദ ബ്ലെസ്ഡ് എന്നറിയപ്പെടുന്ന ഈ ഐലൻഡിലേക്ക് കയറുമ്പോൾ വി വിൽ കം ക്രോസ് എ ചർച്ച്, or at least what remains of it. സെയിൻറ്റ് വാലന്റൈൻ്റെ വെൽഷ് ഇക്വലൻ്റ് എന്ന് പറയാവുന്ന സെയിൻറ്റ് ഡ്വിൻവിൻസ് ചർച്ചാണ് നമ്മൾ ആ കാണുക. ലോകം മുഴുവൻ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ വെയിൽസിൽ ജാനുവരി 25 സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് സെയിൻറ്റ് ഡ്വിൻവിൻസ് ഡേ ആയിട്ടാണ്, ആസ് എ സിമ്പിൾ ഓഫ് ലവ്. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ ഐലൻഡിലെ ഏറ്റവും പിക്ചറസ്ക് സ്പോട്ട്. ഫങ്ഷണൽ അല്ലെങ്കിലും ഗ്രേഡ് 2 ലിസ്റ്റഡ് ബിൽഡിംഗ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫങ്ഷണലായിട്ടൊരു ചെറിയ ലൈറ്റ് ഹൗസും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 ലൈറ്റ് ഹൗസുകൾ അടുത്തടുത്തിരിക്കുന്ന ഒരു റെയർ സ്പോട്ട് കൂടിയാണിത്. ഇത് കുറച്ചുണ്ടല്ലോ. ഇതെന്തായിരുന്നു? ലോഡഡ് ഹോട്ട് ചോക്ലേറ്റ് അല്ലേ? ഞാൻ അറിഞ്ഞില്ല ഇത് കുറച്ച് പിള്ളേർക്കുള്ള സാധനമാണ്. നീ നേരത്തെ ഓർഡർ ചെയ്തത് വന്നില്ലല്ലേ? എന്താണ് ഓർഡർ ചെയ്തത്? ഞാൻ ഹോട്ട് ചോക്ലേറ്റും പിന്നെ സ്കോൺ വിത്ത് ക്രീം ആൻഡ് ബട്ടർ. അതെ, അങ്ങനെ നമ്മൾ ലഡ്വിൻ ഐലൻഡ് കഴിഞ്ഞ് അവിടുത്തെ ലൈറ്റ് ഹൗസും ബീച്ചൊക്കെ കണ്ടപ്പോൾ വിത്തൗട്ട് ഇവിടെ അടുത്ത് വേറൊരു ലൈറ്റ് ഹൗസും കൂടെ ഉണ്ട്, സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസ്. ഐറിഷ് പോർട്ടുകളിലേക്ക് ഷിപ്പുകളെ ഗൈഡ് ചെയ്യാനായിട്ട് ഇത്രയും ഒരു ഡ്രമാറ്റിക് ടെറൈൻ ആയിരുന്നിട്ട് കൂടി 1809 വെറും 9 മാസങ്ങൾ കൊണ്ട് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയതാണ് ഇന്നും ഫങ്ഷണലായിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസ്. Repeat after me. Llanfair pwll gwyngyll go ger y chwyrn drobwll Llantysilio go go go. ഗോ ഗോ ഗോ. അത് മാത്രം മനസ്സിലായല്ലേ? കേട്ടല്ലോ, ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ടൗൺ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ടൗണിൽ ചെല്ലുമ്പോൾ കാണാൻ താല്പര്യമുള്ള സാധനങ്ങൾ പല രീതിയിലുണ്ടാവാം. ഒന്ന് മാൻ മെയ്ഡ് സംഭവങ്ങളാവാം, നമ്മൾ ലെറ്റ്സ് താജ്മഹൽ അല്ലേ കൊളോസിയം അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സംഭവമായിരിക്കും, എന്തെങ്കിലും ഒരു വാട്ടർഫോളോ നല്ല രസമുള്ളൊരു പാർക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും.
പക്ഷെ ഇതൊന്നും അല്ലാണ്ട് ഒരു പേര് കൊണ്ട് മാത്രം ഫേമസ് ആയൊരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പം ഈ കേട്ടതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് നെയിം ഉള്ള ഒരു സ്റ്റേഷൻ. ലൈക്ക് ലോങ്സ്റ്റ് നെയിം തന്നെ, ഈ വില്ലേജിന്റെ നെയിം തന്നെ ലോങ്സ്റ്റ് നെയിം വില്ലേജ് എന്നാണ്. ഇതിനെ ഷോർട്ടാക്കി അവർ വിളിക്കുന്ന ഫ്ലൻ ഫയർ എന്നാണ്. പക്ഷേ അത് കണ്ടല്ലോ, അത് അതിൻ്റെ തുടക്കത്തെ ഒരു 20% മാത്രമാണ്. അതിൻ്റെ വാലി തൂങ്ങി കുറേ ഉണ്ട്. എന്തായാലും ഒരു ഫണ്ണായിട്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റേ ഉള്ളൂ ഈ സ്റ്റേഷൻ. അപ്പം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ കാണാനൊന്നുമില്ല, ഈ ഒരു സ്റ്റേഷൻ മാത്രം, ഒരു ഷോപ്പിംഗ് സെന്റർ അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ആക്ച്വലി ഒരു ബീച്ച് ഏരിയ ആണ്. അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് വരും, ഒരു കോസ്റ്റൽ സൈഡ്. നമുക്കത് പോയി കണ്ടിട്ട് വരാം. അതെ, ഇങ്ങനെയും ടൂറിസം ബൂസ്റ്റ്. ഓക്കെ, അത് വായിക്കാൻ പോവാണ്. ലാൻഡ് വയർ ഗെറു അല്ല, ഒന്നുകൂടെ വായിക്കാം. ലാൻഡ് വയർ പൂൾ ബുയിൻ ഗോ ഗെറു ക്യൂയിൻ ഡ്രോബ് ഊൾ ലാൻഡസ് ഇലിയോ ഗോ ഗുച്ച്. ഞാൻ എൻ്റെ ട്രെയിൻ നടത്താൻ പോവാണ്. ക്ലാൻ വയർ പൂൾ ഗുയിൻ ഗിൽ ഗോ ഗർ ഊ ഡ്രോബ് ഊൾ ലാൻഡസ് ഇലിയോ ഗോ ഹോ. ഇത് പറ്റൂല, ഒറ്റ ഇതിൽ പറയണം. അതൊന്നും പറ്റൂല. അതിനാണ് അവർ മറ്റേ കട്ട് ചെയ്ത് കാണിച്ചത്. കട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. നമ്മൾ വെയിൽസിൻ്റെ പ്രത്യേകത നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാസിൽസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് വെയിൽസാണ്. എന്താണെന്ന് വെച്ചാൽ വെയിൽസിൽ മാത്രം 600+ കാസിൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ 13th സെഞ്ച്വറിയിൽ കിങ് എഡ്വേർഡ് വെയിൽസ് കോൺക്വർ ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഹി വോണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് പുള്ളിയുടെ ഒരു പ്രസൻസ്. അപ്പോൾ അതിൽ നോർത്ത് വെയിൽസിലാണ് പുള്ളിയുടെ അയൺ റിംഗ് ഓഫ് കാസിൽസ് എന്ന് പറഞ്ഞ് മെയിൻ ആയിട്ടുള്ള കാസിൽസ് വന്നിട്ടുള്ളത്. സോ അതിൽ കോൺവി കാസിൽ, ഹാർലെക്, ബ്യൂമെറിസ്, പിന്നെ കോർണഫോൺ, അങ്ങനത്തെ കുറച്ച് കാസിൽസ് ഉള്ളതിൽ ഒരു ലൈക്ക് മെയിൻ കാസിൽ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ബ്യൂമെറിസ് കാസിൽ. ഇതായിരുന്നു ആക്ച്വലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഈ അയൺ റിംഗ് ഓഫ് കാസിൽസിൽ ലൈക്ക് പ്ലാൻ ചെയ്ത് വരാനിരുന്നത്. പക്ഷേ ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂസ് കാരണം ദേ കുഡിന്റ് കംപ്ലീറ്റ്. സോ ഇതൊരു ഇൻകംപ്ലീറ്റ് കാസിലായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അധികം ആരും കാണാത്തൊരു സ്പോട്ടിലേക്ക് വന്നേക്കാണ്. ഇത് ഹിഡൻ സ്പോട്ടാണോ എന്ന് വെച്ചാൽ അറിയില്ല, പക്ഷേ ഇറ്റ്സ് എൻ എപ്പിസോഡ് ഫ്രം ദ പാസ്റ്റ്. ഒരു കാലത്ത് ലോകത്തിൻ്റെ കോപ്പർ മൈനിങ്ങിനെ ഭരിച്ചിരുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഇൻഡസ്ട്രിയൽ ഏജിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്ഥലത്താണ് നമ്മൾക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. വി ആർ ഇൻ പാരീസ്. ഈ സ്ഥലത്ത് പാരീസ് മൗണ്ടൻ എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ 1400s റോബർട്ട് പാരിസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഈ മൗണ്ടൻ റിവേർഡ് ആയിട്ട് കൊടുത്തു. ആ സമയത്ത് കിങ് ലൈക്ക് എന്തോ ടാക്സ് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് റീസൺസ് കാര്യം. സ്ഥലത്തിൻ്റെ മിനറൽ കണ്ടന്റ് കാരണം ഇവിടുത്തെ ജോഗ്രഫി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒട്ടുമിക്ക എലമെൻറ്റിൻ്റെ കളേഴ്സും ഒട്ടുമിക്ക മിനറൽസിൻ്റെ കളേഴ്സും ഈ മൗണ്ടൻ ഒരു ഡിസ്റ്റിങ്ക്റ്റ് കളർ പാലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു പ്രോമിനന്റ് സ്ട്രക്ചർ, ഇത് ആ കോപ്പർ മൈൻ ഉണ്ടായിരുന്ന കാലത്ത് കോപ്പർ മൈനിലേക്ക് വെള്ളം പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വിൻമില്ലാണ്. ടെറയിൽ കൂടെ നടന്നിരുന്ന് വരുമ്പോൾ ഈ ജേർണി ടു ദ സെന്റർ ഓഫ് എർത്ത് ആ സിനിമയിലൊക്കെ ഇല്ലേ, അവരിങ്ങനെ ട്രഷറൊക്കെ തപ്പി ഒരു ബ്രൗണിഷ് ഇതേപോലത്തെ ഒരു ടെറയിൽ കൂടെ നടന്നിരുന്ന്
ഒരു ഏഷ്യൻ റൂയിനിൽ എത്തുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നത് ഇവിടെ കൂടെ നടക്കുമ്പോൾ, അതും ഈ ടൈമിൽ. പക്ഷെ ആലോചിക്കുമ്പോൾ ഇത് ഒരു കോപ്പർ മൈൻ ആയിരുന്നു. ഇവിടെ ഒത്തിരി ആൾക്കാർ, ഒത്തിരി ടോക്സിക് കണ്ടീഷൻസ് ഇതിൽ സ്ഥലമാണ്. ചേഞ്ച് സോ മച്ച് ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതൊരു അല്ലേ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്ത് ലിൻ പെഡാൻ എന്ന് പറയുന്ന ലേക്കിലെത്തി. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോകാൻ ലിൻ പെഡാനിലൊരു ലോൺ ട്രീ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഈ ലേക്കിലൊരു ട്രീ മാത്രമായിട്ട് നിൽപ്പുണ്ട്. സോ അതിൻ്റെ ആ വ്യൂ പോയിൻ്റ് തപ്പിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ലോൺ ട്രീൻ്റെ ലൊക്കേഷൻ തപ്പി നടക്കും. പക്ഷേ ഇതാണ് പോകുന്ന വഴി. ഇത് കറക്റ്റാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. കണ്ടിട്ട് ആക്ച്വലി എനിക്ക് ഇത് തന്നെയാണോന്ന് ഒരു സംശയമുണ്ട്. കാര്യം ഫോട്ടോസിലൊക്കെ കണ്ടത് ഇതുപോലല്ലായിരുന്നു. പ്ലേസിൽ വന്നിട്ട് ഈ ഗ്രാവൽ റോഡ് നടന്ന് എത്തുമ്പോൾ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇല്ല. ബ്രൈറ്റ് സണ്ണി ഡേ ആണെങ്കിൽ ഈ ലോണ്ട്രിയുടെ എസ്തെറ്റിക്കേ മാറും, ഇതിൻ്റെ ഫീലേ മാറും. പക്ഷേ മഴയുള്ളപ്പോൾ ഈ ലോണ്ട്രി ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ആ ലോൺസും ഒരു വെതർ കൊണ്ടുവരുമ്പോൾ ഫീൽസ് ഭയങ്കര നൈസ്. ഓൾസോ ക്യാമറയിൽ ഇത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല, തെളിനീര് കണക്കുള്ള വെള്ളമാണ്. അടിയിലിങ്ങനെ ഈ കിടക്കുന്ന ഈ സ്ലേറ്റിൻ്റെ റോക്ക് കഷ്ണങ്ങളുണ്ടല്ലേ, ഇതൊരു കല്ലാണ്. ഇതുമാതിരി ഇതിൻ്റെ ബിഗർ പ്രപ്പോർഷൻസ് ആണ് ഈ ഇതിൻ്റെ അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിൽ. പക്ഷേ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് കൈൻഡ് ഓഫ് തെറപ്യൂട്ടിക് അല്ലേ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു. ഓൾസോ അവിടെ കുറച്ച് പേര് നീന്തുന്നുണ്ടല്ലോ. എനിക്ക് അവരെ കണ്ടിട്ട് നീന്തിയേക്കാ. ഈ കാസലിന് ഒരു ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി ഉണ്ട്. അതായത് ഏർലി 13th സെഞ്ച്വറിയിൽ കിങ് എഡ്വേർഡ് വെയിൽസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് വെയിൽസിന്റെ പ്രിൻസ് ലുവലിൻ എന്നായിരുന്നു പുള്ളിയുടെ പേര്. ഈ ലുവലിനും എഡ്വേർഡും തമ്മിൽ ആ സമയത്ത് ഫുൾ ബാറ്റിൽസും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ എഡ്വേർഡ് ഇവിടെ വന്നിട്ട് ഇവിടെ ഈ അയൺ റിംഗ് ഓഫ് കാസൽസ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹാർലക്കും യൂമറിസ് കാസലും അതൊക്കെ.
അപ്പോൾ അങ്ങനെ പുള്ളി ഇങ്ങനെ ഒരുപാട് കാസിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഞങ്ങൾക്കും കാസിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ലുവലിൻ പണിഞ്ഞ കാസിലാണ് ഇത്, ഡോൾബഡാൻ കാസിൽ. പക്ഷെ പിന്നെ യുദ്ധത്തിൽ ലുവലിൻ ലൈക്ക് പോയി. അത് കഴിഞ്ഞ് എഡ്വേർഡ് ഭരണത്തിൽ വന്നെങ്കിലും ഈ കാസിലിലെ കുറേ ടിമ്പറൊക്കെ അവർ പിന്നെ വേറെ കാസിൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു. പക്ഷെ ദിസ് കാസിൽ എന്നിട്ട് ബാക്കി റിമൈൻസ് അവിടെ വെച്ചു. സോ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത് ക്യാപ്ചേർഡ് ആണ്, പക്ഷേ ഇറ്റ് വാസ് നോട്ട് ടേക്കൺ, ഇറ്റ് വാസ് ലെഫ്റ്റ് ആസ് ഇറ്റ് ഈസ്. കുറേ സാധനങ്ങളൊക്കെ അവർ എടുത്തു. എന്തായാലും വെൽഷിലെ പ്രിൻസ് ലുവലിൻ ഉണ്ടാക്കിയ കാസിലാണ് ഇത്. ടു എസ്റ്റാബ്ലിഷ് ഞങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് നടക്കാനും ഹൈക്ക് ചെയ്യാനൊക്കെ നമ്മൾ റെഡിയാണെങ്കിൽ വെയിൽസ് വിൽ ഈവൻ ഗിവ് യു ദ പ്ലഷർ ഓഫ് വാച്ചിങ് സം ഓഫ് ദി മോസ്റ്റ് സ്റ്റണ്ണിങ് വാട്ടർഫാൾസ്. ആൻഡ് നമ്മൾ ലക്കി ആണെങ്കിൽ വി ക്യാൻ ഈവൻ ഗെറ്റ് ദ ചാൻസ് ഓഫ് ഹാവിങ് ദ വാട്ടർഫാൾസ് ജസ്റ്റ് ഫോർ അവർ സെൽസ്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ആബ്സല്യൂട്ട്ലി മാജിക്കൽ. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഞങ്ങൾ ഡോൾബഡാൻ കാസിൽ നിന്നും കഴിഞ്ഞു, മറ്റേ വാട്ടർഫോളും കഴിഞ്ഞപ്പോൾ ക്ലാൻബെറീസിലെ ക്ലാൻബെറീസിൽ ബേസിക്കലി ഒരു ലേക്ക്. ഈ ലേക്കിൻ്റെ സൈഡിൽ വെറുതെ ഇങ്ങനെ ഒന്ന് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സ്പേസിലത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സ്നോഡൻ ഹൈക്ക് ചെയ്യാൻ വരുന്നവരുടെ ഒരു ബേസ് ക്യാമ്പെന്ന് വേണേൽ പറയാമല്ലേ ഇത്. ഏതാണ്ട് ഈ ടൗണിൽ നിന്നാണ് സ്നോഡൻ ഹൈക്ക് എല്ലാ ഡയറക്ഷനും. എന്ന് വെച്ചാൽ സ്നോഡൻ ഹൈക്ക് ചെയ്യാൻ ക്ലാൻബെറീസിൽ നിന്നാണ് ഈ സ്നോഡൻ ഹൈക്ക് ചെയ്യാനുള്ള എല്ലാ ട്രാക്കുകളും തുടങ്ങുക. അത് പല ട്രെയിലുകളുണ്ട്, പല രീതിയിൽ ചെയ്യാം, പക്ഷേ ഇവിടെ നിന്നാണ് എല്ലാവരും തുടങ്ങുക. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇനി പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ ഈ ടൗണിലേക്ക് തന്നെ തിരിച്ചു വരും. ബിക്കോസ് വി ഹാവ് സംതിങ് റിയലി സ്പെഷ്യൽ. സ്നോഡൻ സമ്മിറ്റിലേക്ക് എത്താൻ ഹൈക്കിംഗ് മാത്രമല്ല വഴി. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1896, ഇറ്റ് ഈസ് സച്ച് എ സോർട്ട് ആഫ്റ്റർ സർവീസ് ദാറ്റ് ടിക്കറ്റ്സ് ഒക്കെ 2-3 മാസങ്ങൾക്ക് മുന്നേ തന്നെ ബുക്കായി പോകാറുണ്ട്. ആൻഡ് ദ ഫാക്ട് ദാറ്റ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താലും സമ്മിറ്റിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് മേക്സ് ദിസ് ജേർണി എ ലോട്ട് സ്പെഷ്യൽ. വെയിൽസിലെ ഹയസ്റ്റ് പീക്കായ സ്നോഡനിലേക്ക് ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരമുള്ള ഈ റെയിൽ സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്വിസ് കമ്പനി. വെറും 14 മാസങ്ങൾ കൊണ്ട്. ആൻഡ് നമ്മൾ പീക്കിലേക്ക് എത്തുമ്പോഴേക്കും ക്ലൗഡ്സ് സ്ലോലി സ്റ്റാർട്ട് കവറിങ് us. സ്നോഡൻ സമ്മിറ്റിൽ നിന്നും ക്ലിയർ വ്യൂ കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു ബി ഇൻക്രെഡിബ്ലി ലക്കി. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇതായിരിക്കും അവസ്ഥ.
ചെയ്ത് തന്നെ. എന്നാണ് ഞങ്ങളുടെ ഈ നോർത്ത് വെയിൽസിൽ ലാസ്റ്റ് നൈറ്റ് ആക്ച്വലി. സോ മൗണ്ടൻ റെയിൽവേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് ഫസ്റ്റ് കോൺവി കാസിലിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. സോ വി കുഡന്റ് കം ഹിയർ. അപ്പോൾ ഇന്ന് എന്തായാലും വന്നതല്ലേ. കോൺവി കാസിൽ അടച്ചു. ആൻഡ് വി ഹാവ് ഇതിനു മുന്നേ ഞങ്ങൾ രണ്ടുപേരും കോൺവി കാസിൽ വന്നിട്ടുണ്ട് ഒരു ഡേ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട്. ലൈക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 3 years ബാക്ക്. അപ്പോൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് വിൽ കം അറൗണ്ട് ആൻഡ് ഇതിൻ്റെ പുറത്തൂടെ നടക്കാം. ഓൾസോ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് രാത്രി വന്നൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ സൗത്ത് ഓഫ് വെയിൽസിലേക്ക് പോകാൻ നിന്നതായിരുന്നു. പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും മിഡ് വേ നമ്മളെ വണ്ടിയുടെ മുന്നിൽ കാണാൻ പറ്റുമെന്നറിയില്ല. ഈ കാണുന്നത് ഒരു വീടിനെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യണം. അത് കാരണം വഴി ബ്ലോക്കായി. മോട്ടോർവേയുടെ അഭാവം കാരണം ഇറ്റ് ടേക്സ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് ടൈം ടു ഗെറ്റ് ടു ദ സൗത്ത് ഓഫ് വെയിൽസ്. പക്ഷേ it does give us a chance to travel through the scenic Welsh roads. അങ്ങനെ നമ്മൾ വെൽഷ് കൺട്രി സൈഡ് റോഡിൽ കൂടെ പോകുമ്പോഴേക്കും നമുക്കൊരു പിറ്റ് സ്റ്റോപ്പ് പോലെ ഇറങ്ങാവുന്ന ഒരു ടൗണാണ് ദ കോസ്റ്റൽ ടൗൺ ഓഫ് അബസ്റ്റ്വത്ത്. also called the capital of Mid Wales. വെൽഷ് ലാംഗ്വേജിനെ റിവൈവ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനുമായിട്ട് 1962 സ്ഥാപിച്ച ദ വെൽഷ് ലാംഗ്വേജ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് കൂടിയാണ് അബസ്റ്റ്വത്ത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ 2025 ദ സിറ്റി വാസ് ആഡഡ് ടു യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ലിസ്റ്റ്, joining 53 other cities in the world and becoming the first city in Wales. ഒരു വെയിൽസിൻ്റെ ഒരു കൺട്രി സൈഡ് പോഡിലാണ് ഞങ്ങളിന്ന് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. പോഡെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു മുറി, അത് ഈ ഒരു ഫാമിലി റൺ ബിസിനസ്സാണ്. ഈ ഫാമിലി റൺ ബിസിനസ്സിൻ്റെ നടുക്ക്, അവരുടെ ഫാമിൻ്റെ നടുക്ക് തന്നെ അവർ ഒരു ചെറിയൊരു മുറി പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. സോ അവിടെയാണ് ഈ പെറ്റി കാണുന്നതാണ് ചെറിയൊരു റൂം ടൂർ ചെയ്തിട്ടാണ് കയറുക. ചെറിയൊരു കിച്ചൺ സെറ്റപ്പ്. ഇതിൻ്റെ ഹോസ്റ്റ് ദേ വർ സോ നൈസ് ദാറ്റ് അവർ ഹോം മെയ്ഡ് ബ്രൗണീസൊക്കെ
ഒരു വെൽക്കം കിറ്റായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഇവരെ ഫാമിൽ തന്നെ ഉള്ളൊരു കുപ്പി പാല് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഫുള്ളി ഫേണിഷ്ഡ്, മറ്റേ ഹീറ്റിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഫുൾ സൈസ് ബാത്റൂമും ഉണ്ട്, കുട്ടി മുറി. അവൻ്റെ തൊട്ടടുത്ത് സ്റ്റേ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിറ്റേഴ്സ് ഒക്കെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ ഹോട്ടപ്പാണ്. ഹോട്ടപ്പ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ ആദ്യം അതിനെ ഓപ്പൺ ചെയ്തത് കണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇപ്പം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ നല്ല സൺറൈസ് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇന്നത്തെ ഫുൾ ദിവസം മഴയാണെന്ന് കാണിക്കുന്നത്. Let's go make some breakfast. ഞങ്ങളിന്ന് ഇനി ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് സൗത്ത് വെയിൽസിൽ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കൂടെ പോകാനുണ്ട്. ശരിക്കും ഈ ഏർലി 13th സെഞ്ച്വറിയിൽ കിങ് എഡ്വേർഡ് വെയിൽസിലോട്ട് മൂവ് ചെയ്ത സമയത്ത് അവർ ശരിക്കും ഏറ്റവും കൂടുതൽ കാസൽസ് ബിൽഡ് ചെയ്ത് വന്നത് നോർത്തിലാണ്. അവിടെയായിരുന്നു ഈ ഇംഗ്ലീഷ് ഭരണം കൂടുതലും. ഈ മിഡ് വെയിൽസിലും സൗത്ത് വെയിൽസിലോട്ടും വന്നപ്പോഴേക്കും കാസൽസിന്റെ എണ്ണം നമുക്ക് കുറയുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും. ഓൾസോ ഇവിടെ അത്രയ്ക്ക് ഈ ബ്രിട്ടീഷിന്റെ ഒരു പവർ വന്ന് തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് കാരണമാണ് ഒരു മിഡ് 14th സെഞ്ച്വറിയിലൊക്കെ ആയപ്പോൾ ഇവിടെ വീണ്ടും ഒരു അപ്രൈസിങ് വന്നതും ഇവിടെ വേറൊരു പുള്ളി തന്നെ സ്വന്തമായിട്ട് ഇവിടുത്തെ ലൈക്ക് രാജാവായിട്ട് പ്രഖ്യാപിച്ച് ഇവിടുത്തെ ബാക്കി വെൽഷ് പീപ്പിളിനെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അവസാനം ഇവിടെ അതൊരു സേഫ് സ്പേസ് ആയിട്ട് മാറി. ഇവിടെ കൂടുതലും പോയറ്റ്സും ബാർഡ്സും ഒക്കെ പിന്നെ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. സോ നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴേക്കും ഈ വെൽഷ് കൾച്ചർ കുറച്ചും കൂടി പ്രിസർവ് ചെയ്ത് വന്നിട്ടുണ്ടാവാൻ നമുക്ക് കാണാൻ പറ്റുന്നത് മിഡ് വെയിൽസിലും സൗത്ത് വെയിൽസിലും ആയിരിക്കും. ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദിസ് ട്രിപ്പ്.
famous UK weather is back. വളരെ നീളമുള്ള ഒരു ബീച്ച് ഫ്രണ്ട് ഉള്ളൊരു ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം സമ്മർ സമയത്തൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന പോലൊരു വൈബാണ് ഇവിടെ. ഇത്രയും വലിയ ബീച്ച് ഞാൻ വേറെ കണ്ടിട്ടില്ല. പക്ഷെ ഇത് അധികം ആൾക്കാർ പോവാത്തൊരു ഹിഡൻ പ്ലേസ് പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സൗത്ത് വെയിൽസ് ഇങ്ങനെ അറ്റം ആയതുകൊണ്ടായിരിക്കും. ബിക്കോസ് യൂഷ്വലി ആൾക്കാർ വെയിൽസിൽ വരുമ്പോഴും നോർത്ത് വെയിൽസ് മാത്രം വിസിറ്റ് ചെയ്തിട്ട് പോവാറാണ് പതിവ്. ആരും സൗത്ത് സൈഡിലോട്ട് അങ്ങനെ വരാറില്ല. ഇങ്ങോട്ട് വരുന്നെങ്കിൽ തന്നെ കാർഡിഫ്, ബ്രിസ്റ്റൽ സൈഡിലുള്ളവർക്കായിരിക്കും കുറച്ചുകൂടി ഈസി. I think it's time to conclude this episode. ഇതാണോ all there is to see in Wales എന്ന് ചോദിച്ചാൽ of course not. ഇനിയും ഒരുപാടുണ്ട് കാണാൻ. ഓൾസോ ഞങ്ങൾ ഈ കണ്ട സ്ഥലങ്ങൾ തന്നെ വേറൊരു സമയത്താണ് വരുന്നതെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ലൈക്ക് സമ്മറിൽ കിട്ടുന്ന വൈബായിരിക്കില്ല വിൻ്ററിലുള്ളതായിരിക്കില്ല ഓട്ടത്തിൽ. ഗ്രാൻറ്റഡ് സമ്മർ ആയിരിക്കും വിൽ ലുക്ക് ദ ബെസ്റ്റ്. ഏറ്റവും കൂടുതൽ കളേഴ്സ് ഒക്കെ വരിക സമ്മറിൽ തന്നെയാണ്. പക്ഷേ ദ തിങ് ഈസ് നോ മാറ്റർ വാട്ട് ദ ടൈം ഐ ഡോണ്ട് തിങ്ക് വെയിൽസ് വിൽ ഡിസപ്പോയിൻറ്റ് യു. നമ്മളിനി വെയിൽസിലേക്ക് പക്ഷേ